അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള പൂജകളും ചടങ്ങുകളും പുരോഗമിക്കുന്നു. താൽക്കാലിക ക്ഷേത്രത്തിൽ ഇന്നു മുതൽ പൊതുജനങ്ങൾക്ക് ദർശനം അനുവദിക്കില്ല. പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണമുള്ളവർക്ക് മാത്രമാണ് അയോധ്യ നഗരപരിധിയിൽ ഇപ്പോൾ പ്രവേശനം. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അയോധ്യയിലെത്തി. അയോധ്യ ഭൂമി തർക്ക കേസിൽ വിധി പറഞ്ഞ സുപ്രീംകോടതി ബെഞ്ചിലെ ജഡ്ജിമാരെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ട്രസ്റ്റ് ക്ഷണിച്ചു എന്ന് പറയുന്നു. വിവരങ്ങളുമായി അയോധ്യയിൽ നിന്ന് എസ് വിജയകുമാർ തത്സമയം ചേരുന്നു. വിജയകുമാർ, നമസ്കാരം. അയോധ്യയിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആണ്. എന്താണ്, എപ്പോഴാണ് അയോധ്യയിൽ എത്തിയത് വിജയകുമാർ? ഗുഡ് ഈവനിങ്. ഞാൻ ഏതാനും മിനിറ്റുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഇവിടേക്ക് എത്തിയിട്ട്. നമ്മൾ അയോധ്യയിലെ പുതിയ വിമാനത്താവളത്തിൽ ഇറങ്ങി. അതൊരു പുതിയ വിമാനത്താവളം ആയതുകൊണ്ട് തന്നെ അവിടെ സൗകര്യങ്ങൾ വളരെ കുറവാണ്. അവിടെ നിന്നൊരു ടാക്സി നമ്മൾ അയോധ്യയിലേക്ക് എത്തുന്ന അയോധ്യ ഈ സിറ്റിയിലേക്ക് എത്താൻ ഒരു ടാക്സി കിട്ടാൻ ഏതാണ്ട് 1.5 മണിക്കൂർ കാത്തു നിന്നു. അങ്ങനെ നമ്മൾ ഇപ്പോഴവിടെ എത്തി. നമ്മൾ ഇവിടെ നേരത്തെ കണ്ടെത്തിയിരുന്ന റൂമിലേക്ക് പോയി. അതിനുശേഷം നമ്മൾ ലൈവിന് തയ്യാറായി ഇറങ്ങുകയായിരുന്നു. എസ്കേന് ഞാൻ ഈ നിൽക്കുന്നതാണ് അയോധ്യ ക്ഷേത്രത്തിലേക്കുള്ള പ്രധാനപ്പെട്ട വഴി. അതിന്റെ ഇരുവശവും വലിയ തോതിൽ അലങ്കരിച്ചിട്ടുണ്ട്. ഒരു ഉത്സവ ഛായ എന്ന എല്ലാ അർത്ഥത്തിലും പറയാം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരും ക്ഷണിക്കപ്പെട്ടവരുമൊക്കെ ഇതിനോടകം ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് നീളുന്ന ഒരു വഴിയാണ്. അവിടെ ആഘോഷങ്ങളുടെ ഭാഗമായി ഈ രാമകഥാസാഗരം ഒക്കെ ഇപ്പോഴേ അവിടെ തുടങ്ങിയിട്ടുണ്ട്. രാമകഥകൾ ആലപിക്കുക, അത് കേൾക്കാൻ ആളുകൾ എത്തുക. അതൊരു നമ്മളുടെ കഥാപ്രസംഗം എന്ന് പറയാവുന്ന മട്ടില് ഇങ്ങനെ രാമകഥകൾ പാരായണം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രത്യേക കലാരൂപമാണ് അവിടെ നടക്കുന്നത്. അതിങ്ങനെ തുടർച്ചയായി രാവും പകലുമില്ലാതെ നടക്കുന്നുണ്ട്. ഇവിടെയുള്ള കെട്ടിടങ്ങളൊക്കെ അലങ്കരിച്ചിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. എസ്കേൻ, ഈ ക്ഷേത്രത്തിലെ പുതിയ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട പൂജകൾ അതിന്റെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. ജലാധിവാസം, തൈലാധിവാസം അങ്ങനെയൊക്കെ പറയുന്ന ഈ താന്ത്രിക വിധിപ്രകാരമുള്ള പൂജകളിലേക്ക് കടന്നിട്ടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരിട്ട് അയോധ്യയിലെത്തി ഇവിടുത്തെ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തി. ഈ ഉദ്ഘാടന ചടങ്ങിന്റെ അല്ലെങ്കിൽ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ വിലയിരുത്തുകയും ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ഇത് ഒരു രാഷ്ട്രീയ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം നടക്കുന്നത് എസ്കേൻ അറിയാമല്ലോ. ഈ ദിവസം, അതായത് പ്രാണപ്രതിഷ്ഠ ദിവസം കേന്ദ്ര സർക്കാർ അവധി കൊടുത്തതിനെതിരെ വലിയ പ്രതിഷേധം ഇടതു പാർട്ടികളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനിടെയാണ് ഇന്നിപ്പോൾ റിസർവ് ബാങ്കിന് കൂടി അന്ന് ഉച്ചവരെ അവധി നൽകാനുള്ള തീരുമാനം ഉണ്ടാവുകയും ചെയ്തത്. അങ്ങനെ ഒരു ഭാഗത്ത് അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നടക്കുന്നു, രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നു. മറുഭാഗത്ത് ഇതൊരു വലിയ ഒരു ഉത്സവമാക്കി മാറ്റാൻ ഉത്തർപ്രദേശ് സർക്കാരും കേന്ദ്ര സർക്കാരും ഈ അയോധ്യ ശ്രീരാമക്ഷേത്ര തീർത്ഥ ട്രസ്റ്റുമൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അവർ അതിന്റെ ഒരുക്കങ്ങളിലേക്കാണ്. നമ്മൾ ഈ വരുന്ന വഴിയിലൊക്കെ നമ്മൾ വന്ന വിമാനത്തിൽ, അതായത് നമ്മൾ മുംബൈയിൽ നിന്നുള്ള വിമാനത്തിലാണ് വന്നത്. ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത് മുഴുവൻ അയോധ്യയിലേക്കുള്ള തീർത്ഥാടകരായിരുന്നു എന്ന് പറയാം. ഏതാണ്ട് വിമാനത്താവളം മുതൽ തന്നെ വലിയ ഭജനയൊക്കെ പാടി ഇങ്ങനെ വരികയായിരുന്നു ഒരു വലിയ സംഘം ആളുകൾ. അങ്ങനെ നമ്മൾ ഈ അയോധ്യ നഗരത്തിലേക്ക് വരുന്ന ഭാഗത്ത് മുഴുവൻ ആ നിലയിൽ ഈ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ക്ഷണിക്കപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ഈ ദിവസം ഈ പ്രതിഷ്ഠാദിന ചടങ്ങിലേക്ക് അവരെ അനുവദിച്ചിട്ടുള്ളൂ. പക്ഷേ അതിനപ്പുറത്തേക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇങ്ങനെ പലതരത്തിൽ നടന്നും ഒക്കെ കാൽനടയായി തീർത്ഥാടകരൊക്കെ വരുന്നുണ്ട്. അവരെയൊക്കെ ദൃശ്യങ്ങളിൽ കാണാം. അങ്ങനെ അത്തരം തീർത്ഥാടകരെ കൊണ്ട് ഈ അയോധ്യ നഗരം നിറഞ്ഞിട്ടുണ്ട്. ഇതൊരു അങ്ങനെ വലിയ നഗരമൊന്നുമല്ല, അങ്ങനെ വലിയ സൗകര്യങ്ങളൊന്നും ആയിട്ടില്ല. പക്ഷേ അങ്ങനെ സൗകര്യങ്ങളൊക്കെ ആകുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ഇന്നും പറഞ്ഞത് ഈ പ്രതിഷ്ഠാദിന ചടങ്ങിലേക്ക് അധികം ആളുകൾ വരേണ്ടതില്ല. അതിനുശേഷം 23-ാം തീയതി മുതൽ ഇത് തുറന്ന് ക്ഷേത്രം എല്ലാവർക്കും നൽകും. അതുകൊണ്ട് സമാധാനപരമായി വന്ന് പ്രാർത്ഥിച്ചു പോവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ആ ദിവസം തന്നെ വലിയ തിരക്കായിരിക്കുമെന്നാണ്. സരയൂ നദിയുടെ തീരത്തൊക്കെ അതിന്റെ കടവുകളിലൊക്കെ വലിയ അലങ്കാരങ്ങളൊക്കെ വരുത്തി അതും ഒരു ഉത്സവ പ്രതീതി ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ എസ്കേൻ എല്ലാ അർത്ഥത്തിലും ഒരു ഉത്സവാന്തരീക്ഷം ഇവിടെയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ നമ്മൾ കാണാതെ പോകുന്നുമില്ല. അത് മറുഭാഗത്ത് നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഈ ചടങ്ങ് എസ്കേൻ, അത് കഴിഞ്ഞാൽ ഉടൻ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. ബജറ്റ് സമ്മേളനം കഴിഞ്ഞാൽ ഫെബ്രുവരി പകുതിയോ അവസാനത്തോടു കൂടിയോ രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിക്കും. അപ്പോൾ ഈ അയോധ്യയിലെ ക്ഷേത്രം അതിന്റെ പണി പൂർത്തിയാകുന്നതിന് മുൻപ് തിടുക്കത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് ആചാര ലംഘനമാണ് എന്നതാണ് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ പറയുന്നത്.
ശങ്കരാചാര്യർ ഒക്കെ അല്ലെങ്കിൽ ശങ്കരാചാര്യ മഠങ്ങളൊക്കെ അതിൽ ആ അഭിപ്രായം പ്രകടിപ്പിച്ചതൊക്കെ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണെന്ന വിമർശനം ഒരു ഭാഗത്ത് നടക്കുന്നു. എന്നാൽ അത്തരം വിവാദങ്ങളോട് അതേ നിലയിൽ മറുപടി പറയേണ്ടതില്ല എന്നാണ് BJP നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. BJPയുടെ പാർലമെന്ററി ബോർഡ് തന്നെ കഴിഞ്ഞ ദിവസം ചേർന്ന് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എല്ലാ ഒരുക്കങ്ങളും നേരിട്ട് അല്ലെങ്കിൽ അതിനുവേണ്ട എല്ലാ പിന്തുണയും നൽകാൻ തീരുമാനിച്ചിരുന്നു. ഉത്തർപ്രദേശ് സർക്കാർ, ഇവിടുത്തെ BJP ഘടകമൊക്കെ പൂർണ്ണമായും ഇതിനൊപ്പം തന്നെയാണ്. SK ഒരു കാര്യം കൂടി ഉള്ളത്, ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതൃത്വം ഈ പരിപാടിക്ക് വലിയ പിന്തുണ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ ആ നേതാക്കളൊക്കെ ഇവിടെ വന്നിരുന്നു. അവർ ഈ ചടങ്ങിൽ പങ്കെടുക്കും, ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം അവഗണിച്ച് ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവര് പാർട്ടി വിട്ടു പോകാതെയൊക്കെ ഇരിക്കാൻ വലിയ ചർച്ചകൾ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അങ്ങനെ എല്ലാ തരത്തിലും വലിയ ഒരു ചർച്ചയാകുന്നുണ്ട്. ഒരു വലിയ കാഴ്ച ഒരുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകളും നടക്കുന്നുണ്ട്. സ്കെയിൻ ഏതായാലും ഇവിടെ നോക്കാം, അതിന്റെ ഭാഗമായ ഉത്സവങ്ങളൊക്കെ നടക്കുന്ന ഓരോരോ മൈതാനം ഒക്കെയാണ് സ്കെയിൻ കാണുന്നത്. അങ്ങനെ ഏതായാലും ഉത്സവാന്തരീക്ഷമാണ് സ്കെയിൻ. നമുക്ക് അതിന്റെ മറ്റു വിവരങ്ങളൊക്കെ നാളെ മുതൽ മോർണിംഗ് ഷോ മുതൽ തന്നെ കൂടുതൽ കാഴ്ചകളും വിവരങ്ങളും ഇതിന്റെ മറ്റ് ചർച്ചകളും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. സ്കെയിൻ. ഓക്കെ, താങ്ക് യു. എസ് വിജയകുമാറും VS രാഹുൽ ക്യാമറമാനുമാണ് ഇപ്പോൾ അയോധ്യയിൽ നിന്ന് തത്സമയം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.